അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് എൻ്റെ മൊബൈൽ പഴയ സിസ്റ്റമാണ് ഇരിക്കുന്നത്. സിസ്റ്റം മാറ്റാതെ എൻ്റെ ഈ മൊബൈൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ എൻ്റെ ആക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ ആക്സ് കേബിൾ ഇല്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തും ഈ സിസ്റ്റത്തിലില്ല. USB ഒന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അതും ഈ സിസ്റ്റത്തിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് വരാം. ഹലോ, എല്ലാ ചങ്കൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു അൺബോക്സ് വീഡിയോ ആയിട്ട് വന്നേക്കണം. ഇതൊരു കമ്പനി ഒന്നിൽ പ്രൊമോഷൻ വീഡിയോകളോ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഞാൻ നമ്മളവിടെ കമ്പനിയുടെ വണ്ടിയിൽ എൻ്റെ പഴയ വണ്ടിയാണ് ഇപ്പോൾ നമ്മളെ കൂട്ടുകാരായാലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിലെ സിസ്റ്റം കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ടൈപ്പ് വണ്ടികളുണ്ട് നമുക്ക്. അപ്പം ചില വണ്ടിയിൽ അപ്പോൾ ചില കാറിൻ്റെയൊക്കെ നമുക്ക് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ പഴയത് മാറ്റി പുതിയത് നമുക്ക് മേടിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കാറിൻ്റെയൊക്കെ അതിൻ്റെ എന്താ കമ്പ്യൂട്ടർ അടക്കം ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ ആ സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റണമെങ്കിൽ സെയിം സിസ്റ്റം തന്നെ കമ്പനി കൊണ്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള വണ്ടിയിൽ നമുക്ക് ആക്സ് കുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ USB കാര്യങ്ങളൊന്നും കുത്താൻ പറ്റത്തില്ല. അതങ്ങനെ മൊബൈലൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലൂടൂത്ത് ഒന്നും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി പഴയ സിസ്റ്റം ഒക്കെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നവർക്ക് വലിയ പൈസയും കൊടുത്ത് സിസ്റ്റം മാറാതെ ചെറിയ ഒരു ഇതാണ് ഇന്നത്തെ നമ്മളെ പ്രോഡക്റ്റ്. ഇതേ കണക്കുള്ള പ്രോഡക്റ്റ് മേടിച്ച് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 500 രൂപയ്ക്ക് താഴെയുള്ള പ്രോഡക്റ്റാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അതായത് ഇപ്പോഴത്തെ വണ്ടി ഇറങ്ങുന്നതൊക്കെ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ USB കുത്താൻ പറ്റും, അതിനൊക്കെ ആക്സ് കേബിൾ കുത്താൻ പറ്റും, ടൈപ്പ് ഉണ്ട്. ആക്സ് കേബിൾ കുത്താം, അതിനൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് മൊബൈലിലെ പാട്ട് കാര്യങ്ങളെല്ലാം കേൾക്കാം. അതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ പോകുന്ന സമയത്ത് പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് കോള് വരികയാണെങ്കിൽ ഇതിൽ തന്നെ കുത്തി നമുക്ക് കോളിൽ ആൻസർ ചെയ്യാനും പറ്റും. അങ്ങനത്തെ അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് ആണ്. ഇത് കമ്പനിയുടെ പേരെന്ന് വെച്ചാൽ മൈക്രോ ഡിജിറ്റൽ എന്നാണ് കമ്പനിയുടെ പേര്. അതിൻ്റെ മോഡൽ നമ്പർ പറഞ്ഞാൽ M98T. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻ വെഹിക്കിൾസ് FM മോഡുലേറ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയിട്ടാണ് മറക്കുന്നത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്ക് ഷെയറും കമന്റുകളും നമുക്ക് അടുത്ത വീഡിയോയിലുള്ള പ്രചോദനം. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഇതേണൊക്കെ ഇരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പൊട്ടിച്ച് യൂസ് ചെയ്ത് ഞാൻ മേടിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു 2 ആഴ്ച യൂസ് ചെയ്ത് അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ 2 ആഴ്ച യൂസ് ചെയ്താണ്, ഒരു പ്രശ്നമില്ലാത്ത അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഇതിന്റെ ചാനൽ നമ്പർ ഇവിടെ കാണും. ഇവിടെ ഇതിന്റെ ഈ സ്ക്രീനിൽ ഒരു റെഡ് കളറിൽ ചാനൽ നമ്പർ വരും. നമ്മൾ 87.5 ഇതിന്റെ ഫ്രീക്വൻസി കറക്റ്റ് നമ്മളെ സിസ്റ്റത്തിൽ, അതായത് സ്റ്റീരിയോയിൽ 87.5 FM സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ഇത് കണക്ട് ആവും. അതിനുശേഷം നമ്മൾ ബ്ലൂടൂത്തായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ USB കുത്തിയിട്ട് നമുക്ക് ഇത് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെളിയിൽ പോയിട്ട് നമ്മൾ വണ്ടിയിൽ പോയി ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി എത്തിയതിനു ശേഷം നമുക്ക് കാറിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് വെച്ചാൽ സിൽട്രോണിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇതിൻ്റെ സ്റ്റീരിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ സ്റ്റീരിയോയിൽ USB കാര്യങ്ങളോ ഒന്നുമില്ല. USB ഒന്നും കുത്താൻ പറ്റത്തില്ല, ആക്സ് കേബിൾ പോലും കുത്താൻ പറ്റത്തില്ല. അതിനൊക്കെ നമുക്ക് ഈ സ്റ്റീരിയോ മാറ്റിയിട്ട് വേറെ സ്റ്റീരിയോ ഇതിൽ വെക്കാനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സിസ്റ്റം മൊത്തം വരണത് ഈ സ്റ്റീരിയോയിൽ അറ്റാച്ച് ചെയ്താൽ വരണത്. അപ്പം നമ്മൾ കമ്പനി കൊണ്ട് കൊടുത്തപ്പം ഈ മോഡലിൽ ഇത് സെറ്റ് ചെയ്യാൻ ഒരു മാറ്റാൻ പറ്റത്തില്ല. അതിനാണ് ഇപ്പോൾ നമ്മൾ ഈ FM മോഡുലേറ്റർ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ സെറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പഴയ മോഡൽ വണ്ടിയിലൊക്കെ ഇപ്പോൾ സെറ്റൊക്കെ നിങ്ങൾ മാറ്റി പൈസ കളയാൻ നിൽക്കേണ്ട. ഇതിന് എനിക്ക് തോന്നുന്ന നാട്ടിലൊരു 500 രൂപയ്ക്ക് താഴെയുള്ളൂ ഇതിൻ്റെ പൈസ. അപ്പോൾ ഇത് മേടിച്ചിട്ട് നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും, അതിനൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഇതിൽ കൂടെ കാണാം USB കുത്തിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. USB പാട്ട് കയറ്റിയതിന് ശേഷം USB കുത്തിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ നല്ല ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണത്. അപ്പം ഇത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ 12 വോൾട്ട് അഡാപ്റ്റർ ഇട്ടാനുള്ള ഒരു ചാർജിങ് പോർട്ട് കാണാം. അപ്പോൾ അത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഈ പഴച്ചപ്പോൾ നിങ്ങൾ ചോദിക്കും പഴയ വണ്ടിയിലൊന്നും ഇത് ഇല്ലാത്ത വണ്ടിയിൽ എന്ത് ചെയ്യുന്നുള്ളത്. നാട്ടിലിൻ്റെ ആൾട്ടോ കാറിൽ ഈ സാധനം ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടുത്തെ അക്സസറി കടയിൽ പോയിട്ട് ഒരു 250 രൂപ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ട്. അതിനും വലിയ പൈസ ഇല്ല. അതിനുശേഷം ഞാൻ ഇപ്പോൾ അത് കുത്തിയിട്ടാണ് ചാർജ് എല്ലാം നാട്ടിൽ പോകുമ്പോൾ ചാർജിങ് ഒക്കെ യൂസ് ചെയ്യുന്നത് മൊബൈലിലേക്ക്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇത് കണക്ക് കുത്തുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഇതിപ്പോൾ ഓണായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ചാനൽ കാണിക്കും, ചാനൽ നമ്പർ ഇവിടെ കാണിക്കും 87.5. ഇതാണ് ഈ ചാനൽ നമ്പർ, FM-ലാണ്. അപ്പോൾ നിങ്ങൾ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം നിങ്ങൾ ഇവിടെ കാണാം. സിസ്റ്റം നമ്മളിപ്പം FM-ലോട്ട് ഇടുക. ഇപ്പോൾ നമ്മൾ FM-ൽ ഇട്ടിട്ടുണ്ട്. FM-ൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചാനൽ മാറ്റണം. ചാനൽ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാനൽ 87.5 കറക്റ്റ് നമ്മളെ FM-ൽ സെറ്റ് ആകുമ്പോൾ ഈ സെറ്റ് ആവുന്ന സമയത്ത് FM മോഡുലേറ്ററും നമ്മളെ സ്റ്റീരിയോ ആയിട്ട് സെറ്റ് ആവും, കണക്ട് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മളെ മൊബൈലിലെ സോങ്സ് ബ്ലൂടൂത്ത് വഴി ഓൺ ആക്കാൻ പറ്റും. USB കുത്തി കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. കറക്റ്റ് അടിപൊളിയായിട്ട് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാം. നമുക്ക് ഇനി സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചാനൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്.
57.5 ആവണം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളെ ചാനൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയും കാണാം 87.5 നമ്മളെ ഫ്രീക്വൻസി വരുന്നത്. ഇപ്പോൾ അതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. 87.5 ഫ്രീക്വൻസി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും 87 ഫ്രീക്വൻസി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മോഡുലേറ്ററും മൊബൈലായിട്ടും ഒന്ന് കണക്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കണം. ഇവിടെ ഫസ്റ്റ് കാണുന്ന ഇവിടെ കാണാം M98T എന്നിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് M98T. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ കണക്ട് ആഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കണക്ട് ആയി കാണാൻ പറ്റും. കണക്ട് ആഡിയോ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഇനി കോപ്പറേറ്റ് ഇഷ്യൂകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ തന്നെ ഒന്ന് ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴവിലേസ് എൻ്റെ ചാനൽ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോ നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് പോയ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ അതിലെ മ്യൂസിക് ഒന്ന് കേൾക്കാം. സൗണ്ട് കൂടുതലായി. ഇപ്പം നമ്മളെ അടിപൊളി ബാസ് പൗസ് ചെയ്ത് കഴിഞ്ഞാൽ പൗസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഓണാക്കാം. പൗസ് ചെയ്ത് ക്വാളിറ്റി കുറഞ്ഞ സാധനം കിട്ടും. 250 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും. നിങ്ങൾ ഒരു 500 രൂപയ്ക്ക് മേലോട്ടുള്ള സാധനം മേടിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ കടയിൽ പോയപ്പോൾ നമ്മളും അതാണ് ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ അതൊക്കെ മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ചില സമയത്തൊക്കെ FM വരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ചില സമയത്ത് നമ്മൾ സീനിലൊക്കെ കട്ടാതെ റേഞ്ച് കറക്റ്റ് ഇട്ടാൽ നമുക്ക് എന്നുള്ള ഒരു ചെറിയൊരു നോയിസ് സൗണ്ടൊക്കെ അതിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നോയിസ് സൗണ്ട് കാര്യങ്ങൾ ശകലം പോലും വരത്തില്ല. അത്ര ക്ലിയർ ആയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് നോയിസ് വരണമെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചെടുത്തിട്ട് പുതിയ സാധനം നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു സാധനം കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനം മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഒന്നും കൂടെ പാട്ട് ഇട്ടുതരാം. ഒരു നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഒന്നും കൂടെ ഇപ്പം നമ്മളെ യൂട്യൂബ് ഇപ്പോൾ ഓണായി കാണിച്ചത്. അത്രയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു നോയ്സ് കാര്യങ്ങളുണ്ട്. അടിപൊളി ബാസും ട്രബിളൊക്കെ ആയിട്ട് ഒന്നിനായിട്ട് പ്രശ്നമില്ല. അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു കോളും കൂടെ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ കോൾ എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ട. നമുക്ക് ഇനി കോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിപ്പം ഒരു കോൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ കോൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം. കോൾ പോകുന്നുണ്ട്. ഹലോ, നിങ്ങൾ രാവിലെ മാർക്കറ്റിൽ പോയിരുന്നോ? ഞാൻ പോയി, നാളെ പോകണം വേണ്ടു. ഓക്കെ, ശരി എന്നാൽ. അപ്പം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ട്, കേൾക്കാൻ പറ്റും. അങ്ങനത്തെ പ്രോഡക്റ്റാണിത്. നിങ്ങൾ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇത് 500 രൂപയ്ക്ക് മേടിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് നഷ്ടങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതിനൊക്കെ നമുക്ക് ലാസ്റ്റിൽ നമ്മളിപ്പോൾ കോൾ ചെയ്ത് ഞാൻ അങ്ങോട്ട് കോൾ ചെയ്ത ഭാവിച്ചേട്ടനാണ്. അപ്പോൾ ആ ഭാവിച്ചേട്ടനാ രണ്ടാമത് നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കോൾ ആരൊക്കെയാണ് ചെയ്തേക്കണം ആ കോൾ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാളിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും സിമ്പിൾ. അതിൽ അടിച്ചു കഴിഞ്ഞാൽ ആ കോൾ റിട്ടേൺ വീണ്ടും നമുക്ക് അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ല അത്ര അടിപൊളി ഒരു പ്രോഡക്റ്റ്. ഒരു നമ്മൾ കോൾ ചെയ്യുമ്പോഴാവട്ടെ അതിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തെ ഒരു മൂളിച്ച കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലിയർ ആയിട്ട് തന്നെ ക്രിസ്റ്റൻ ക്ലിയർ ആയിട്ട് നമുക്കിത് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അത്ര അടിപൊളിയായിട്ട് പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾ വണ്ടിയൊക്കെ പഴയതാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് മാറി അതായത് സ്റ്റീരിയോ ഒന്ന് മാറ്റി വെക്കുന്നുമ്പേ ഇതിനൊക്കെ ഒരു 500 രൂപയ്ക്ക് താഴെയുള്ള പ്രൊഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2000-3000 എടുത്ത് പൈസ സ്റ്റീരിയോ മാറ്റുന്നേക്കാളും നല്ല ഇതുപോലത്തെ പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മേടിക്കുന്ന സ്റ്റീരിയോയിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോൾ അറ്റൻഡ് ചെയ്യാം, പാട്ട് കേൾക്കാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഒക്കെ പാട്ട് കേൾക്കാനും കാര്യങ്ങളെല്ലാം പറ്റും. അതൊക്കെ നമുക്ക് USB ഇവിടെ കുത്തിയിട്ട് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനെടുത്ത ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.